ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമ. കഴിഞ്ഞ 2-3 വീഡിയോകളിലായി നമ്മൾ നമ്മുടെ ശരീരത്തിലെ 6 ചക്രങ്ങളിലും ഒപ്പം 7ാമത്തെ സഹസ്രാര പത്മത്തിലും ഇരിക്കുന്ന ദേവിമാരെക്കുറിച്ചും അവരുടെ അതിദേവതമാരെക്കുറിച്ചുമുള്ള വർണ്ണനകളാണ് പറഞ്ഞത്. അതായത് വിശുദ്ധ ചക്രത്തിൽ വസിക്കുന്ന ഡാകിനി ദേവി, അനാഹത ചക്രത്തിൽ വസിക്കുന്ന രാഗിനി ദേവി, മണിപൂരത്തിൽ വസിക്കുന്ന ലാഗിനി ദേവി, സ്വാധിഷ്ഠാനത്തിൽ വസിക്കുന്ന കാഗിനി ദേവി, മൂലാധാരത്തിൽ വസിക്കുന്ന സാഗിനി ദേവി, ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന ഹാഗിനി ദേവി, സഹസ്രദള പത്മസ്ഥയായിരിക്കുന്ന യാഗിനി ദേവി എന്നിവരെക്കുറിച്ചുള്ള വർണ്ണനകളാണ് നമ്മൾ പറഞ്ഞത്. അതായത് 110ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയായ സർവൗദന പ്രീതചിത്ത യാഗിന്യംബ സ്വരൂപിണി എന്നതുവരെയുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഇനി 110ാമത്തെ ശ്ലോകത്തിൻ്റെ തന്നെ 2ാമത്തെ വരിയിലെ സ്വാഹ സ്വധാ മതിർമേത ശ്രുതിസ്മൃതിരനുത്തമ എന്നതിലെ ആദ്യത്തെ നാമമായ സ്വാഹ, അതായത് ദേവിയുടെ 535ാമത്തെ നാമമായ സ്വാഹ. സ്വാഹ എന്ന മന്ത്രസ്വരൂപിണിയായവളാണ് ദേവി. അഗ്നിദേവൻ്റെ പത്നിയായിട്ടാണ് പുരാണങ്ങളിൽ സ്വാഹാദേവിയെ സങ്കല്പിക്കുന്നത്. അഗ്നിയിൽ നെയ്യും മറ്റ് ദ്രവ്യങ്ങളും അർപ്പിക്കുമ്പോൾ സ്വാഹ എന്ന് ഉരുവിട്ടില്ലെങ്കിൽ ആ അർപ്പണം ദേവന്മാരിലേക്ക് എത്തില്ല എന്നാണ് വിശ്വാസം. സ്വ എന്നാൽ തൻ്റെ തന്നെ, ഹ എന്നാൽ അർപ്പിക്കുക. അതായത് എൻ്റേതായ സർവസ്വവും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന അർത്ഥവും ഇതിനുണ്ട്. മിക്കവാറും എല്ലാ ഹോമമന്ത്രങ്ങളും അവസാനിക്കുന്നത് സ്വാഹ എന്ന വാക്കിലാണ്. മന്ത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന ശക്തിയാണിത്. അഗ്നി എന്തിനേയും ശുദ്ധി ചെയ്യുന്നതുപോലെ സ്വാഹ എന്ന മന്ത്രം നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ കത്തിച്ചു കളഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ദേവതമാരുടെയും തൃപ്തിക്ക് കാരണമാകുന്നത് ഈ സ്വാഹ എന്ന മന്ത്രമാണ്. ദേവതമാരെ പോഷിപ്പിക്കുന്ന ഊർജമായി അമ്മ ഇവിടെ വിളങ്ങുന്നു. അതായത് സ്വാഹ എന്ന ശബ്ദത്തിൻ്റെ ലക്ഷ്യമായ ദേവി എന്ന അർത്ഥത്തിലാണ് ഈ നാമം വരുന്നത്. ഇനി ദേവിയുടെ 536ാമത്തെ നാമമായ സ്വധ. നമ്മുടെ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മന്ത്രശക്തിയാണ് സ്വധ. പിതൃക്കൾക്കായി അർപ്പിക്കുന്ന അന്നവും ജലവും, അതായത് തർപ്പണം, അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചൈതന്യമാണ് സ്വധ. അഗ്നിദേവൻ്റെ പത്നിയായി സ്വാഹയെ സങ്കല്പിക്കുന്നത് പോലെ പിതൃലോകത്തെ നയിക്കുന്ന ശക്തിയാണിത്. അതായത് സ്വധ എന്ന ശബ്ദത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി. സ്വധ എന്നത് പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഹോമത്തിൽ മന്ത്രത്തിൻ്റെ അന്ത്യത്തിൽ ഉച്ചരിക്കുന്ന ശബ്ദമാണ്. പിതൃക്കൾ പ്രപഞ്ചത്തിൻ്റെ വേരുകളെ പോലെയാണ്. അവർക്ക് ലഭിക്കുന്ന തൃപ്തി വംശപരമ്പരകൾക്ക് ഐശ്വര്യം നൽകുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ ഉറവിടം അമ്മയായ സ്വധാദേവിയാണ്. സ്വാഹ എന്നത് ദേവപ്രീതിക്കും സ്വധ എന്നത് പിതൃപ്രീതിക്കും കാരണമാകുന്നു. ഇനി ദേവിയുടെ 537ാമത്തെ നാമമായ അമതിഹി, അവിദ്യാസ്വരൂപിണിയായ ദേവി. അമ്മ എങ്ങനെ അറിവില്ലായ്മയാകുന്നു? അതായത് മതി എന്നാൽ ബുദ്ധി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അമതി എന്നാൽ ബുദ്ധിയില്ലാത്തവൾ എന്നും. അതാണ് ചോദിക്കുന്നത്, അമ്മ എങ്ങനെ അറിവില്ലായ്മയാകുന്നു എന്ന്. അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് മായ എന്ന ശക്തിയിലാണ്. സത്യമായ ബ്രഹ്മത്തെ മറച്ചുപിടിച്ച് ഈ കാണുന്ന ലോകം മാത്രമാണ് സത്യമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് അമ്മയുടെ ഈ അവിദ്യാഭാവമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ ലീല മുന്നോട്ട് പോകില്ല. അതായത് ഈ ലോകം തന്നെ മുന്നോട്ട് പോകില്ല എന്നർത്ഥം. അതുകൊണ്ട് ഓരോ ജീവിയിലും
നിശ്ചിത അളവിൽ അമതി, അതായത് അറിവില്ലായ്മ നൽകി അമ്മ തന്നെ ഈ പ്രപഞ്ച നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതായത് മനുഷ്യരെയൊക്കെ ഈ മായയിൽ പെടുത്തിക്കൊണ്ടാണ് അമ്മ ഈ പ്രപഞ്ചലീല ആടുന്നത് എന്നാണ് അർത്ഥം. വിദ്യയും അവിദ്യയും അമ്മയുടെ തന്നെ രണ്ട് വശങ്ങളാണ്. വിദ്യ നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുമ്പോൾ അവിദ്യ നമ്മെ ഈ ഭൗതിക ലോകത്തിലെ അനുഭവങ്ങളിൽ, അതായത് ഈ സംസാര ലോകത്ത് തന്നെ തളച്ചിടുന്നു. അതിനർത്ഥം ജനന മരണ ചക്രത്തിന് കാരണമാകുന്ന അവിദ്യയായും അമ്മ തന്നെ വിളങ്ങുന്നു എന്നാണ്. ഒടുവിൽ നമ്മുടെ ഉള്ളിലെ അവിദ്യയെ ഇല്ലാതാക്കി, അതായത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളെ നീക്കി സത്യം എന്താണെന്ന് കാണിച്ചു തരുന്ന ആ ചൈതന്യമാണ് അമതിഹിയായ ദേവി. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അറിവില്ലായ്മ എന്ന നാമം കൂടി വന്നത്. ഇനി ദേവിയുടെ 538 നാമമായ മേധ. മേധ എന്നാൽ ജ്ഞാനസ്വരൂപിണി എന്നാണ് അർത്ഥം. അതായത് ആത്മീയമായ ഉന്നത ജ്ഞാനത്തിൻ്റെ രൂപമാണ് ഇവിടെ അമ്മ. മാഞ്ഞു പോകാത്തതും എപ്പോഴും പ്രകാശിക്കുന്നതുമായ ജ്ഞാനമാണ് മേധ. മേധാദേവിയെ സരസ്വതിയുടെ രൂപമായിട്ടാണ് നാം കാണുന്നത്. അലയുന്ന മനസ്സിനെ ഒരു ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുവാനും ആഴത്തിലുള്ള പഠനത്തിനും മേധ എന്ന ശക്തി അനിവാര്യമാണ്. അതായത് ഒരു കാര്യം കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ഗ്രഹിക്കാനും മനസ്സിൽ ദീർഘകാലം നിലനിർത്താനും ആവശ്യമുള്ളപ്പോൾ അത് ഓർത്തെടുക്കാനുമുള്ള സവിശേഷമായ കഴിവിനെയാണ് മേധ എന്ന് വിളിക്കുന്നത്. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ അത് തെറ്റാതെ ഹൃദിസ്ഥമാക്കാൻ സഹായിക്കുന്ന ദേവീ ചൈതന്യമാണ് മേധാസൂക്തത്തിലൂടെ നാം ആരാധിക്കുന്നത്. ഇനി ദേവിയുടെ 539 നാമമായ ശ്രുതി, വേദസ്വരൂപിണി. ശ്രുതി എന്നാൽ കേൾക്കപ്പെട്ടത് എന്നർത്ഥം. പുരാതന മുനിവര്യന്മാർ തപസ്സിലൂടെ ഈശ്വരനിൽ നിന്ന് നേരിട്ട് കേട്ടറിഞ്ഞ അറിവാണ് വേദങ്ങൾ. ഈ വേദങ്ങൾ തന്നെയായി വിളങ്ങുന്നവളാണ് പരാശക്തിയായ ലളിതാംബിക. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രമാണമായി കാണുന്നത് ശ്രുതിയെയാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ആത്യന്തികമായ അറിവാണ് അമ്മ. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ ഓംകാരനാദവും ആ നാദത്തിൽ നിന്ന് ഉത്ഭവിച്ച സകല മന്ത്രങ്ങളും ശ്രുതിരൂപിണിയായ ദേവിയിൽ കുടികൊള്ളുന്നു. ഇനി ദേവിയുടെ 540 നാമമായ സ്മൃതി, സ്മൃതിരൂപിണി. വേദങ്ങൾ, അതായത് ശ്രുതികളിലെ അറിവിനെ അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് ഋഷിമാർ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓർമ്മിച്ചെഴുതിയ ധർമ്മശാസ്ത്രങ്ങളെയാണ് സ്മൃതി എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി തുടങ്ങിയവയാണ്. ഒരു കാലത്തും മാറ്റമില്ലാത്ത പരമപ്രമാണമാണ് ശ്രുതി. എന്നാൽ സ്മൃതി കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും. സ്മൃതി എന്നതിന് ഓർമ്മശക്തി എന്നും അർത്ഥമുണ്ട്. ത്രികാലങ്ങളിലുമുള്ളവ ഓർമ്മിക്കുന്നതിനാൽ അമ്മ സ്മൃതിയാണ്. ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കാട്ടിത്തരുന്ന നിയമസംഹിതകൾ ദേവിയുടെ തന്നെ രൂപമാണ്. ഇനി ദേവിയുടെ 541 നാമമായ അനുത്തമ. മറ്റാരേക്കാളും ശ്രേഷ്ഠയായവൾ. ഉത്തമ എന്നാൽ ഏറ്റവും നല്ലത്. ആരേക്കാളും ഉത്തമമായി മറ്റൊന്നുമില്ലയോ അവളാണ് അനുത്തമ. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന സത്യം അമ്മയാണെന്നും അതിനു മുകളിൽ മറ്റൊരു ശക്തിയോ തത്വമോ ഇല്ലെന്നും ഇത് അർത്ഥമാക്കുന്നു. ഗുണങ്ങളിലും പ്രഭാവത്തിലും കരുണയിലും അമ്മയ്ക്ക് മുകളിൽ മറ്റാരെയും പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. വേദാന്തമനുസരിച്ച് അനുത്തമ എന്നാൽ പരമാത്മാവ് എന്നാണ് അർത്ഥം.
എല്ലാ മാറ്റങ്ങൾക്കും നാശത്തിനും അതീതമായ നിത്യമായ ആ പരമപദമാണ് അമ്മ. ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥാനം അമ്മയുടെ പാദങ്ങളാണ്. അതിനപ്പുറം മറ്റൊരു ഉത്തമ സ്ഥാനമില്ല എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അതായത് 111-ാമത്തെ ശ്ലോകം. പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമചാർച്ചിതാ ബന്ധമോചനീ ബർബരാളക. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ പുണ്യകീർത്തി, അതായത് ദേവിയുടെ 542-ാമത്തെ നാമമായ പുണ്യകീർത്തി, പുണ്യകരമായ കീർത്തിയോടു കൂടിയവൾ. പുണ്യം എന്നാൽ പാപങ്ങളെ നശിപ്പിക്കുന്നത്, കീർത്തി എന്നാൽ യശസ്സ്. ആരുടെ കീർത്തിയാണോ കേൾക്കുമ്പോഴും സ്മരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ നശിക്കുകയും പുണ്യം ലഭിക്കുകയും ചെയ്യുന്നത് അവളാണ് പുണ്യകീർത്തി. അമ്മയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒരുപോലെ പുണ്യം ലഭിക്കുന്നു. ഈ കീർത്തി പാപങ്ങളെ കഴുകിക്കളയുന്ന ഗംഗാജലം പോലെ നിർമ്മലമാണ്. ലോകത്തിലെ മറ്റെല്ലാ കീർത്തിയും നശ്വരമാണ്. എന്നാൽ പരാശക്തിയുടെ കീർത്തി കാലാതീതവും ലോകങ്ങൾക്കപ്പുറം വ്യാപിച്ചു നിൽക്കുന്നതുമാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, അപ്പോൾ നമ്മുടെ മനസ്സ് അതായി തന്നെ മാറും. അമ്മയുടെ പുണ്യകീർത്തികൾ കേൾക്കുമ്പോൾ മനസ്സ് ഭഗവതിയിൽ ലയിക്കുകയും സ്വാഭാവികമായും നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യുന്നു. ഇനി ദേവിയുടെ 543-ാമത്തെ നാമമായ പുണ്യലഭ്യ, പുണ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നവൾ. പുണ്യം എന്നാൽ നല്ല പ്രവൃത്തികളുടെ ഫലം, ലഭ്യ എന്നാൽ ലഭിക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ ചെയ്ത അനേകം സൽക്കർമ്മങ്ങളുടെ ഫലമായി മാത്രമേ ഒരാൾക്ക് ദേവി ഉപാസനയിലേക്കോ ദേവി ദർശനത്തിലേക്കോ എത്താൻ സാധിക്കൂ. പുണ്യം എന്നത് മനസ്സിൻ്റെ നിർമ്മലത കൂടിയാണ്. കാമക്രോധാദികൾ നീങ്ങി മനസ്സ് പുണ്യമായി തീരുമ്പോൾ അവിടെ അമ്മ സ്വയം വെളിപ്പെടുന്നു. ഭൗതികമായ സമ്പത്തോ അധികാരം കൊണ്ടോ അമ്മയെ വാങ്ങാൻ കഴിയില്ല. ഹൃദയപൂർവമായ ഭക്തിയും പുണ്യപ്രവൃത്തികളും മാത്രമാണ് അമ്മയിലേക്കുള്ള ഏക വഴി. നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയുടെയും ആത്യന്തികമായ ലക്ഷ്യം അഥവാ ഫലം എന്നത് ലളിതാംബികയെ പ്രാപിക്കുക എന്നാണ്. സ്വാർത്ഥതയില്ലാത്ത നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് പുണ്യലഭ്യയായ അമ്മയെ യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇനി ദേവിയുടെ 544-ാമത്തെ നാമമായ പുണ്യശ്രവണ കീർത്തന. തൻ്റെ മാഹാത്മ്യം കീർത്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പുണ്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതായത് അമ്മയുടെ നാമങ്ങളോ കഥകളോ കേൾക്കുന്നതും പറയുന്നതും അതീവ പുണ്യകരമാണ്. ശ്രവണം എന്നാൽ കേൾക്കുക, കീർത്തനം എന്നാൽ പാടുക അല്ലെങ്കിൽ സ്തുതിക്കുക. അമ്മയുടെ ലീലകളും നാമങ്ങളും ചെവികൊണ്ട് കേൾക്കുന്നതും നാവുകൊണ്ട് ഉച്ചരിക്കുന്നതും ഒരുപോലെ പുണ്യം നൽകുന്നു. പുണ്യശ്രവണ കീർത്തന എന്ന ഈ നാമം സൂചിപ്പിക്കുന്നത് ഭക്തൻ്റെ മുൻപിൽ 2 വഴികളുണ്ടെന്നാണ്. അമ്മയുടെ മാഹാത്മ്യം മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, അതാണ് ശ്രവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്വയം ജപിക്കുക, അതായത് അമ്മയെ കീർത്തിക്കുക. ഇവ രണ്ടും ഒരാളുടെ ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു. നവവിധ ഭക്തികളിൽ ആദ്യത്തേത് ശ്രവണവും കീർത്തനവുമാണ്. ഈ 2 കാര്യങ്ങളിലൂടെയാണ് സാധകൻ ക്രമേണ അമ്മയുമായി താദാത്മ്യം പ്രാപിക്കുന്നത്. നവവിധ ഭക്തികൾ എന്നാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണ്. ഈ 9 വഴികളാണ് നമുക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ലളിതമായ മാർഗങ്ങൾ.
ഈ നവവിധ ഭക്തികളിലെ ആദ്യത്തെ 2 പടികളാണ് ഈ പുണ്യശ്രവണ കീർത്തന എന്ന നാമത്തിലൂടെ പറയുന്നത്. ഇനി ദേവിയുടെ 545 നാമമായ പുലോമജാർച്ചിത. പുലോമജയാൽ പൂജിക്കപ്പെടുന്നവൾ. പുലോമജ എന്നാൽ പുലോമൻ എന്ന അസുരൻ്റെ പുത്രിയായ ശചീദേവി, അതായത് ഇന്ദ്രാണി എന്നാണ് അർത്ഥം. സ്വർഗാധിപനായ ഇന്ദ്രൻ്റെ പത്നിയാണ് ശചീദേവി. ശചി ഒരു അസുരപുത്രി ആയിരുന്നിട്ടു കൂടി തൻ്റെ ഭക്തിയും കർമ്മശുദ്ധിയും കൊണ്ട് ദേവേന്ദ്രൻ്റെ പത്നിയായി. ഒരിക്കൽ നഹുഷന് ഇന്ദ്രപദവി ലഭിച്ചു. അതോടെ അഹങ്കാരിയായി മാറിയ നഹുഷൻ ശചീദേവിയെ തൻ്റെ ഭാര്യയാക്കാൻ ശ്രമം നടത്തി. ഇതറിഞ്ഞ ഇന്ദ്രാണി ദേവഗുരുവായ ബൃഹസ്പതിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ ലളിത പരമേശ്വരിയെ ഉപാസിച്ചു. തന്നെ ഈ വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. പിന്നീട് ദേവി പ്രീതിയാൽ ഇന്ദ്രന് ഇന്ദ്രപദം തിരിച്ചു കിട്ടുകയും ഇന്ദ്രാണി നഹുഷനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മാത്രമല്ല, അവസാനം അഗസ്ത്യമുനിയുടെ കോപത്താൽ നഹുഷൻ സർപ്പമായി മാറുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രാണി ദേവിയെ അർച്ചിച്ചതുകൊണ്ട് ദേവിക്ക് ഈ പേര് വന്നു. ഇന്ദ്രാണിയെപ്പോലെ ഉന്നത പദവിയിലുള്ളവർ പോലും തങ്ങളുടെ ഐശ്വര്യം നിലനിർത്താൻ അമ്മയെയാണ് ആശ്രയിക്കുന്നത്. ഭക്തർക്ക് മാംഗല്യവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്ന അമ്മയുടെ ഭാവമാണിത്. ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ പോലും ശചീദേവിയെപ്പോലെ അമ്മയെ ശരണം പ്രാപിച്ചാൽ മോചനം ഉറപ്പാണെന്ന് ഈ നാമം ഭക്തർക്ക് ധൈര്യം നൽകുന്നു. ഇനി ദേവിയുടെ 546 നാമമായ ബന്ധമോചിനി. എല്ലാ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവളാണ് അമ്മ. നഹുഷൻ എന്ന ബന്ധനത്തിൽ നിന്നും ഇന്ദ്രാണിയെ രക്ഷിച്ചതുപോലെ അമ്മ നമ്മെയും രക്ഷിക്കുന്നു. ജനനവും മരണവും ആവർത്തിക്കുന്ന ഈ ലൗകിക ജീവിതത്തെയാണ് സംസാരബന്ധനം എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മോചനം നൽകി മോക്ഷം നൽകുന്നവൾ ആണ് അമ്മ. ബാണാസുരൻ്റെയും അനിരുദ്ധൻ്റെയും കഥ അറിയില്ലേ? ബാണാസുരൻ്റെ മകൾ ഉഷ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണൻ്റെ പേരക്കുട്ടിയായ അനിരുദ്ധനെ കാണുകയും അവനിൽ അനുരക്തിയാവുകയും ചെയ്തു. ഉഷയുടെ തോഴിയായ ചിത്രലേഖ മാന്ത്രിക ശക്തിയാൽ അനിരുദ്ധനെ ഉഷയുടെ മുറിയിൽ എത്തിച്ചു. ഇതറിഞ്ഞ ബാണാസുരൻ അനിരുദ്ധനെ കാരാഗൃഹത്തിലടച്ചു. അവിടെ വെച്ച് അനിരുദ്ധൻ ജഗദംബികയെ ധ്യാനിക്കുകയും കാരാഗൃഹ വിമുക്തനാവുകയും ചെയ്തു. അതായത് പൂർണ്ണമായ വിശ്വാസത്തോടെ അമ്മയെ വിളിച്ചാൽ അമ്മ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കും എന്നാണ് ഈ നാമത്തിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഭണ്ഡാസുരൻ തടവിലാക്കിയ ദേവന്മാരെ മോചിപ്പിച്ചവളും ലളിതാംബിക ദേവി തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ബന്ധനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ശത്രുക്കളിൽ നിന്നുള്ള മോചനവും ഈ നാമം വാഗ്ദാനം ചെയ്യുന്നു. ഇനി ദേവിയുടെ 547 നാമമായ ബർബരാളക. ബർബരം എന്നാൽ ചുരുണ്ടത്, അളകം എന്നാൽ മുടി. അമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് വീണുകിടക്കുന്ന അലസവും മനോഹരവുമായ മുടിയെക്കുറിച്ചാണ് ഈ നാമത്തിൽ വർണ്ണിക്കുന്നത്. അത്രയും സമൃദ്ധമായ മുടിയോടു കൂടിയവളാണ് ശ്രീ ലളിതാംബിക ദേവി. ഭക്തർക്ക് ധ്യാനിക്കാൻ ഏറ്റവും സുന്ദരമായ രൂപമാണ് ലളിതാംബികയുടേത്. പാദാതികേശം വർണ്ണിക്കുമ്പോൾ മനോഹരമായി വിന്യസിക്കപ്പെട്ട ഈ മുടിയിഴകൾ അമ്മയുടെ മുഖശോഭ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ നാമങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സ്വാഹ സ്വധാ മതിർമേധ ശ്രുതിസ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിതാ ബന്ധമോചനി ബർബരാളക. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.